സംസ്ഥാന വഖഫ് ബോർഡിന്റെ പ്രവർത്തനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയ ഹൈക്കോടതി ഉത്തരവിന് സുപ്രീം കോടതിയുടെ വിലക്ക്. ജോയിന്റ് സെക്രട്ടറിയെ അഡ്മിനിസ്ട്രേറ്ററായി നിയോഗിച്ച നടപടിയാണ് റദ്ദാക്കിയത്. ഇതിനിടെ വഖഫ് വിഷയത്തിൽ സംസ്ഥാന സർക്കാർ നിലപാടിനെ പിന്തുണച്ചും മുൻ സർക്കാരിനെ വിമർശിച്ചും മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം ലേഖനമെഴുതി. സുപ്രീം കോടതിയിലെ കേസ് ഉൾപ്പെടെയുള്ള വിഷയം ഉൾപ്പെടെ ചർച്ച ചെയ്യാൻ കോഴിക്കോട് വെച്ച് ബോർഡ് യോഗം ചേർന്നു. വഖഫ് ബോർഡിന്റെ ജോയിന്റ് സെക്രട്ടറിയെ അഡ്മിനിസ്ട്രേറ്റർ പദവി നൽകിക്കൊണ്ടുള്ള നടപടിയാണ് സുപ്രീം കോടതി റദ്ദാക്കിയത്. ബോർഡിന്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്നതായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവെന്നായിരുന്നു ഹർജിക്കാരുടെ വാദം. ഇത് അംഗീകരിച്ച സുപ്രീം കോടതി ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിന്റെ അവസാന വരിയിൽ മാറ്റം വരുത്തി. ജോയിന്റ് സെക്രട്ടറിക്ക് എക്സ് ഒഫീഷ്യോ അംഗമായി തുടരാനും പരമോന്നത കോടതി അനുമതി നൽകി. വഖഫ് ബോർഡിൽ മുസ്ലിങ്ങളല്ലാത്ത രണ്ടംഗങ്ങളെ ഉൾപ്പെടുത്താത്തത് ചോദ്യം ചെയ്യുന്ന ഹർജികളിലായിരുന്നു ഹൈക്കോടതി ഇടപെടലുണ്ടായത്. രണ്ടംഗങ്ങളുടെ തസ്തിക ഒഴിച്ചിട്ട് വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിച്ചത് റദ്ദാക്കണമെന്ന ആവശ്യത്തെ തുടർന്നാണ് താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയത്. വ്യവസ്ഥകൾക്കനുസരിച്ച് ബോർഡ് പുനഃസംഘടിപ്പിക്കുമെന്ന് സംസ്ഥാന സർക്കാരും നിലപാട് സ്വീകരിച്ചിരുന്നു. ഇതിനെതിരെയാണ് വഖഫ് ബോർഡ് സുപ്രീം കോടതിയെ സമീപിച്ചത്. അതേസമയം വഖഫ് വിഷയത്തിലെ സംസ്ഥാന സർക്കാർ നടപടിയിൽ വിശദീകരണവുമായി മുസ്ലിം ലീഗ് രംഗത്തെത്തി. കേന്ദ്രത്തിന് പരവതാനി വിരിച്ചത് ഇടതു സർക്കാരാണെന്ന് മുഖപത്രമായ ചന്ദ്രിക ദിനപത്രത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം എഴുതിയ ലേഖനത്തിൽ പറയുന്നു. ഇടതു സർക്കാരിന്റെ വഖഫ് ബോർഡ് രൂപീകരണം സാങ്കേതികവും നിയമപരവുമായ വ്യവസ്ഥകൾ പാലിച്ചിട്ടില്ലെങ്കിൽ അത് പരിശോധിക്കാമെന്ന് മാത്രമാണ് UDF സർക്കാർ കോടതിയിൽ പറഞ്ഞത്. രണ്ട് അമുസ്ലിങ്ങളെ വെച്ചോളാമെന്ന് കോടതിയിൽ പറഞ്ഞിട്ടില്ലെന്നും ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. നിലവിലുള്ള 4 ഹർജികളും തള്ളിക്കളയണമെന്നാണ് അഡ്വക്കേറ്റ് ജനറൽ കോടതിയിൽ ആവശ്യപ്പെട്ടതെന്നും എവിടെയും കക്ഷി ചേരുന്ന നിലപാടല്ല സർക്കാർ സ്വീകരിച്ചതെന്നും ആരാണ് ഇതിനൊക്കെ കൂട്ടുപിടിച്ചതെന്ന് ജനങ്ങൾക്കറിയാമെന്നും PMA സലാമിന്റെ ലേഖനത്തിൽ വിമർശനമുണ്ട്. അതേസമയം വിവാദങ്ങളിൽ ഉൾപ്പെടെ നിലപാട് സ്വീകരിക്കാനും തുടർ പ്രവർത്തനങ്ങൾ ആലോചിക്കുന്നതിനുമായി വഖഫ് ബോർഡ് കോഴിക്കോട് യോഗം ചേർന്നു. കോടതിയിൽ നിന്നും അനുകൂല വിധിയുണ്ടായ സാഹചര്യം പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുമെന്നാണ് ബോർഡ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.